ഹലോ, ഇന്ന് നല്ല ഗംഭീരമായുള്ള ഒരു ദിവസമാണ്. എന്നിട്ട് നമ്മളിത് എവിടെയാ പോകുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മളിത് തലശ്ശേരി ഇന്ദിര ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വേറെ നല്ല ഞാൻ എന്റെ ഫാമിലി കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്ന് എത്തിയ ഷാമിലിന്റെ ഡെലിവറിയാണ് ഇന്ന്. അതായത് എന്റെ മാമന്റെ മോളെ ഇവളെ വളക്കാപ്പിന്റെ വീട് ഞാൻ മുന്നേ ഇട്ടായിരുന്നേ. അതായത് ഇവളെ ഡേറ്റ് പറഞ്ഞത് ഓഗസ്റ്റിലാണ്. ഇവർക്ക് പെട്ടെന്ന് ഒരു നടുവേദന കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ എല്ലാവരും എത്തിയ മാമിമാരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ ഷാമുവിന്റെ അമ്മ മാമി നല്ല ടെൻഷനിലാണ്. കാരണം നമ്മൾ ആരും ഒരു വിചാരിച്ച ദിവസമായിരുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അടുത്ത മാസമാണ് ഇവളെ ഡെലിവറി എന്നൊക്കെ ആയിരുന്നു. എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്, അവളടക്കം അങ്ങനെ വിചാരിച്ചത്. അപ്പൊ പെട്ടെന്നാണ് ഇവിടെ അഡ്മിറ്റ് ആയതും ഡെലിവറി പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന്റേതായ ഒരു ടെൻഷൻ കാര്യങ്ങളെല്ലാം എല്ലാവരും മുഖത്തുണ്ട്. അങ്ങനെ ഇത് ഷാമിലിന്റെ ഡെലിവറി കഴിഞ്ഞ സന്തോഷ വാർത്ത ഡോക്ടർ എല്ലാവരെയും അറിയിച്ച് അവൾക്കൊരു മോളാണ് ജനിച്ചത്. ഇതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു സമാധാനമായത്. കാരണം അവർക്ക് നോർമൽ ഡെലിവറിയാണ്, ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പാണ് മാമിന്റെ മുകളിൽ ഒന്നൊരു ചിരിച്ചിട്ട് ഞാൻ കാണുന്ന ഒരു ആശ്വാസം കിട്ടിയതുപോലൊക്കെ തോന്നുന്നത്. അപ്പൊ അതിനുശേഷം ഇത് എല്ലാവരും ഇതാ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബേബിനെ പുറത്തു കൊണ്ടുവന്ന് ഷാമിലിന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് ബേബിനെ എടുത്തിട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും ബേബിനെ ഒക്കെ കണ്ട്, അതായത് നമ്മളെ 28 വിളി കഴിഞ്ഞതിന് മുന്നേ ഈ കുട്ടിന്റെ ഫേസ് അങ്ങനെ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ആ ഫേസ് ഒന്ന് കാണിക്കുന്നില്ല. അതിനുശേഷം ഞാൻ 28 വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ വാവേനെ കാണിക്കുക. ഇതാണ് ഷാമിലിന്റെ ഹസ്ബൻഡ്. പാവ അതിന് നല്ല പേടിയുണ്ട് വാവേനെ എടുക്കാൻ. കാരണം ഇതൊരു ഇങ്ങനെ എടുത്ത് ശീലമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്പം തന്നെ ഒരു അമ്മന്റെ കയ്യിൽ കൊടുത്ത് പിന്നെ ബേബിനെ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ കൊടുത്ത് ബേബിനെ കാണിക്കുമ്പോൾ എല്ലാവരും മുഖത്തുള്ള ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഈ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മൊമെന്റ് അല്ലേ. എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു മെമ്മറി അല്ലേ. ഇപ്പൊ നമ്മൾ ഈ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊമെന്റിൽ നമുക്കൊരു കുഞ്ഞവനെ കയ്യിൽ കിട്ടും. പക്ഷെ പിന്നെ നമ്മളിത് ഈ ഒരു മൊമെന്റും ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ചിന്തിക്കും. നമ്മൾക്ക് പിന്നെ ഇത് കണ്ടൂടെ എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഒരു അവസ്ഥ, എല്ലാവരുടെ ഫേസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു വീഡിയോ എടുത്തത്. കാരണം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എനിക്ക് ഈ ടെൻഷനിലൊക്കെ എന്തിനാ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഈ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡിൽ മാത്രമുള്ള ഒരു കാര്യമല്ലേ. നമ്മുടെ കയ്യിൽ ബേബിനെ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പിന്നീട് നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ കാണാൻ പറ്റല്ലോ. അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. പിന്നെ ഒരു റൂം സെറ്റ് ആവുന്നവരെ നമ്മൾ വേറൊരു റൂമിലായിരുന്നേ. അവിടത്തേക്ക് ഇതാ വാവേനെ മാറ്റുകയും ചെയ്ത് ഷാമുവിനെ മാറ്റുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് വാവേനെ ഞാനൊന്ന് എടുക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമുക്ക് റൂം ഇട്ട് പിന്നെ എല്ലാവരും അവിടത്തേക്ക് മാറിയ. അങ്ങനെ ഇതാ പിന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സും ഒക്കെ വാവേനെ കാണാനായിട്ട് റൂമിലേക്ക് വന്നിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ തലശ്ശേരി എത്തി ബസ് കയറി നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാമേ. അപ്പൊ ഓക്കെ, ബൈ.